പാലക്കാട് വീണ്ടും ജനവാസ മേഖലയിൽ പുലിയിറങ്ങി. മലമ്പുഴ കവയിലാണ് പുലിയിറങ്ങിയത്. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് സംഭവം. കവ സ്വദേശി നന്ദുവിന്റെ വളർത്തുനായെ പുലി കൊന്നു. അരുണാലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് മലമ്പുഴയിലെ ജനങ്ങളുടെ പുലിപ്പേടി അകലുന്നില്ല. വീണ്ടും ജനവാസ മേഖലയിലേക്ക് പുലി ഇറങ്ങിയിരിക്കുകയാണ്. മലമ്പുഴ കവ ഭാഗത്താണ് പുലി എത്തിയത്. ഇന്നലെ രാത്രി അർദ്ധരാത്രി ഒരു നായയെ പുലി പിടിച്ചിട്ട് പോയി എന്നുള്ളതാണ്. നന്ദു എന്ന യുവാവിൻ്റെ വീട്ടിലേക്കാണ് പുലി എത്തി. അവിടെ നിന്നും പുലി ഇത്തരത്തിൽ നായയെ കൊണ്ടുപോയത്. നേരത്തെ ഈ മലമ്പുഴയിലെ തന്നെ അകമലവാരത്തും പുലി ഇറങ്ങിയിരുന്നു. അന്ന് കൂട് സ്ഥാപിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവും എന്ന് വനംവകുപ്പ് പറഞ്ഞിരുന്നു. പക്ഷേ പ്രദേശത്ത് മറ്റ് ഇടങ്ങളിലേക്കൊക്കെ ഇങ്ങനെ പുലി എത്തുന്ന സ്ഥിതി ഉണ്ടായിരിക്കുകയാണ്. ഈ വീടിൻ്റെ ഉടമ ചേരുന്നുണ്ട്. എപ്പോഴാണ് പുലി എത്തിയത്? രാത്രി 12 മണി ആ സമയത്ത് സൗണ്ട് കേട്ട് നോക്കി ഇവിടെ വന്ന് എടുത്തിട്ട് പോയി. നായിക്കുട്ടിയെ. എത്ര നായകളുണ്ടായിരുന്നു? 3 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 എണ്ണേ ഉള്ളൂ. വലിയ പേടിയാണ് ഈ ഇത് കുറേ ആയിട്ട് ഇവിടുത്തെ ഉള്ളതാണ്. നിങ്ങൾക്ക് ഈ പുലി വന്ന് നേരത്തെ പശുവിനെ അപ്പുറത്ത് അകമലവാരത്ത് കൊണ്ടുപോയി, ഇപ്പം മേട്ടുപതിയിൽ കൊണ്ടുപോയി, ഇപ്പം നായയെ കൊണ്ടുപോകുന്നു. മനുഷ്യനെ ആക്രമിക്കുമോ എന്നൊക്കെ ഉള്ള ആശങ്കയുണ്ടോ? അതുണ്ട്. ഇത് മാസക്കണക്കായിട്ട് ഇവിടെ ഉള്ളതാണ്. ഡെയിലി ഉറക്കം ബുദ്ധിമുട്ടാണ്. ഇതിന് മുടുക്കുക, രാത്രി അണിച്ച് ഇതന്നെ പരിപാടി. ഈ വനംവകുപ്പിലൊക്കെ പറയാറുണ്ട് നിങ്ങൾ? ഇവര് മേട്ടുപ്പതിൽ വന്ന് ഇവിടെ വന്ന് പുലി കൂട് വെച്ചാണ് ഇതിനുള്ളിൽ ഗ്രീൻ കേരളയിൽ. അതൊന്നും നടപടിയായിട്ടില്ല. എന്താണ് ചേട്ടാ ഈ പ്രദേശത്ത് ഇങ്ങനെ പുലിയുടെ പ്രശ്നവും? പ്രദേശത്ത് പുലി മാത്രമല്ല, കാട്ടാന കൂട്ടത്തോടു കൂടിയാണ് ഈ ഏരിയയിൽ ഇറങ്ങുന്നത്. 20-22 എണ്ണം കൂട്ടമായിട്ടാണ് സഞ്ചരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തുനിന്ന് ആണ് ഒരു 2 ആഴ്ച മുമ്പ് മാടിനെ പിടിച്ചത്, ഒന്നാമ്പുഴ. അങ്ങനെ വ്യാപകമായിട്ട് ഇവിടെ പുലിയും ആനയുടെ ശല്യം കൊണ്ടാണ് ആൾക്കാർ രാത്രി സമയത്ത് സഞ്ചരിക്കാൻ തന്നെ പേടിയുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ. ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു മേഖലയും കൂടെ അല്ലേ? ടൂറിസ്റ്റുകൾ നിറയെ വരുന്നതാണ്. എന്തുണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതം. വനംവകുപ്പിലൊക്കെ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ വനം വകുപ്പുകാർ വന്ന് കൂട് സ്ഥാപിക്കും, പോകും. ഇപ്പം മേട്ടുപ്പതിയിൽ 2 മാടിനെ പട്ടീനെയൊക്കെ പിടിച്ചതിന് ശേഷമാണ് അവിടെ കൂട് വെച്ചത്. അതിനൊന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതുതന്നെയാണ് ഈ പ്രദേശത്ത് ഇത്തരത്തിൽ നമുക്ക് മുകളിലായിട്ട് കാണാൻ സാധിക്കും. പ്രധാന പാതയാണ്, അതായത് മലമ്പുഴ ഡാമിന് മുൻവശത്ത് നിന്നും ഈ കവ ഭാഗത്തേക്ക് വരുന്ന പ്രധാന പാതയാണ്. ധാരാളം ടൂറിസ്റ്റുകൾ ദിവസവും കടന്നു പോകുന്നത് ഈ വഴിയിലൂടെയാണ്. ഈ അത്തരത്തിലുള്ള ഒരു ജനവാസ മേഖലയിലാണ് ഇങ്ങനെ പുലി ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് വലിയ ആശങ്കയാണ് പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം. കാരണം ദിവസവും ഇങ്ങനെ പുലി വരുന്നു, ഈ വളർത്തുമൃഗങ്ങളെ പിടിച്ചു കൊണ്ടുപോകുന്നു. അതിപ്പോൾ നായയാണെങ്കിലും പശുവിനെയൊക്കെ ആണെങ്കിലും ആടിനെ ആണെങ്കിലും ഒക്കെ പിടിച്ചു കൊണ്ടുപോകുന്ന സ്ഥിതി ഉണ്ടാകുന്നു. ഇനി എന്നാണ് തങ്ങളെ ആക്രമിക്കുമോ എന്നുള്ളൊരു ആശങ്ക ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇതിൻ്റെ ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാവണം. കൂട് സ്ഥാപിക്കുകയും ഈ മേഖലയിൽ ഇത്തരത്തിൽ പുലിയെയും മറ്റുമൊക്കെ കാട്ടിലേക്ക് കയറ്റിവിടുകയും ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കുന്നതിനൊക്കെ വേണ്ട തക്കതായ നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.